അമ്മച്ചി, ഇന്ന് അമ്മച്ചിന്റെ കൊച്ചുമോളെ കാണാന് ഒരു കൂട്ടർ വരുന്നുണ്ട് കേട്ടോ. ആണോടാ? എവിടെയുള്ള കൂട്ടരാ? തൃശ്ശൂരുള്ള കൂട്ടറാണ്. എനിക്ക് അമ്മച്ചിയോട് ഒരു പ്രധാന കാര്യം പറയാനുണ്ട്. എന്തുട്ടാടാ? കഴിഞ്ഞ 2 ആലോചന മുടങ്ങിപ്പോയത് അമ്മച്ചി വായ തുറന്നത് കൊണ്ട് മാത്രം കേട്ടാ. ഓ, അതിന് ഇന്ന് ഞാനൊന്നും മിണ്ടണില്ലേ? ആ മിണ്ടരുത്, അതുകൊണ്ടാണ് മുൻകൂട്ടി പറയണത്. അന്നങ്ങാണ്ട് വായ തുറക്കാണ്ട് ഇവിടെ ഇരുന്നോണം കേട്ടാ. ചാച്ചാ, ഇതെങ്കിലും നടക്കുവോ? ഇത് നടക്കൂടാ. അല്ലെങ്കിൽ ഇതും വെറും ചായ കൂടി ആയി പോവോ? അത് നിന്റെ പേരെങ്കിൽ മാറ്റാം. ഈ വായോ. അവർ വന്നെന്ന് തോന്നണല്ലോ. വായോ വായോ, ഇരിക്കേ. തൃശ്ശൂർ എവിടെയാണ് പ്രോപ്പർ സ്ഥലം? കുന്നംകുളത്താണ്. എനിക്ക് അവിടെ ഒരു സ്റ്റേഷനറി കട ഉണ്ടായിരുന്നേ, ഹോൾസെയില്. ഫുള്ള് കട കേട്ടാ, ഒരു കാര്യമില്ല, പൂട്ടിപ്പോയി. നമുക്കും അവിടെ സ്റ്റേഷനറി കളയുന്നുണ്ട് കേട്ടാ. പക്ഷെ കച്ചവടം പൊടിക്കുന്നുണ്ട് കേട്ടാ. എന്നാ പിന്നെ അധികം വൈകാതെ പെണ്ണിനെ കണ്ടല്ലോ. ആയിക്കോട്ടെ. മോളെ, അമ്മച്ചി എന്താ ഒന്നും മിണ്ടണ്ടിക്കണേ? അമ്മച്ചി എന്താണ് വെറുതെ ഇങ്ങനെ ചിരിക്കണത്? ഞാൻ ആലോചിക്കണതേ, ഇവളെ കെട്ടുന്ന ആള് ഇവളെ ജീവിതകാലം മുഴുവനും സാറേ സാറേ എന്ന് വിളിക്കേണ്ട ഒരു ഗതികേട് ആലോചിച്ച് ചിരിച്ചു പോയതാണേ. ചാച്ചാ, ഇവക്കൊരു ജോലിയും ഇല്ലെന്നല്ലേ പറഞ്ഞത്? പിന്നെ ഞാനെന്തിനാ ഇവിടെ സാറേ സാറേ എന്ന് വിളിക്കുന്നത്? എന്റെ പട്ടി വിളിക്കും. നീ എന്തോ ഒലക്ക മനെ വിളിക്കടാ, എനിക്കൊരു പുല്ലുമില്ല. മോക്ക് ജോലി വല്ലതും ഉണ്ടായിരുന്നാ? ഇല്ല, ജോലി ഇല്ല പറഞ്ഞിരുന്നല്ലോ. നീ പേടിക്കണ്ടാ, നീ ഇവിടെ സാറേന്നൊന്നും വിളിക്കേണ്ടി വരില്ല. ഈ തള്ളക്ക് ബോധം പതിനോട് പറഞ്ഞതാ. നമ്മുടെ നാട്ടിലെ SI വരെ ഞാൻ പേരെടുത്താ വിളിക്കാറ്. പിന്നെയല്ലേ കെട്ടിയോളാകാൻ പോകുന്ന ഇവളെ. മോളുടെ പേര് എന്തായിരുന്നു? സാറാ. സാറാ. ഈ തള്ള പറഞ്ഞ നേരാട്ടാ. ചാച്ചാ, വല്ലപ്പോഴും 2 അടിച്ചിട്ട് വീട്ടിലേക്ക് ലേറ്റായി ചെന്നാല് സാറേ സാറേ ഒന്ന് വാങ്ങി കൊടുക്കും പ്ലീസ് എന്ന് പറയേണ്ട അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അല്ല, നിങ്ങൾ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഞങ്ങൾ ആലോചിക്കുന്നതേ കുട്ടിക്ക് ചെല്ലപ്പേര് വല്ലതും ഉണ്ടോന്നാ. ഇല്ല, ഇവക്ക് ഒറ്റ പേരേ ഉള്ളൂ, അത് സാറാണ്. എന്നാ പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയി ഒന്ന് ആലോചിച്ചിട്ട് പറയാം. അല്ലേ ചാച്ചാ? ഏയ്, എന്തുപറ്റി? തള്ള അത് മുടക്കില്ലേ? ആരെങ്കിലും വരുമ്പോ ഈ തള്ള ഏതെങ്കിലും മൂലക്ക് കൊണ്ടുപോയി ഇരുത്തണം കേട്ടോ. പ്രായമായ അടങ്ങി ഒന്നും ഇരിക്കില്ല. കലവില്ല സംസാരിക്കും.